മുംബൈ പവായിലുള്ള സ്റ്റുഡിയോയിൽ കുട്ടികളെ ബന്ദികളാക്കിയ സംഭവത്തിലെ പ്രതി കൊല്ലപ്പെട്ടു. പോലീസുമായി ഉണ്ടായ വെടിവെപ്പിലാണ് യൂട്യൂബറായ രോഹിത് ആര്യ കൊല്ലപ്പെട്ടത്. വെടിയേറ്റ രോഹിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, മുംബൈ പവായിലുള്ള സ്റ്റുഡിയോയിൽ കുട്ടികളെ ബന്ദികളാക്കിയ സംഭവത്തിലെ പ്രതി കൊല്ലപ്പെട്ടിരിക്കുന്നു. പോലീസുമായുള്ള വെടിവെപ്പിലാണ് രോഹിത് ആര്യ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ ഓഡീഷൻ എന്ന് പറഞ്ഞ 100 കുട്ടികളെയാണ് ഈ മുംബൈയിലെ പവായിലെ സ്റ്റുഡിയോയിലേക്ക് ഓഡീഷനായി എത്തിച്ചത്. ഇതിൽ 20 കുട്ടികളെ ഈ കൊല്ലപ്പെട്ടയാൾ ബന്ദികളാക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഇടപെട്ടാണ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തേക്ക് എത്തിയത്. തുടർന്നാണ് പോലീസുമായി ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്ന വിവരം. രോഹിത് ആര്യ എന്ന യൂട്യൂബറാണ് ഈ കൊല്ലപ്പെട്ടത്. ഇയാളാണ് കുട്ടികളെ ബന്ദികളാക്കിയത്. അതായത് രക്ഷാപ്രവർത്തനത്തിനിടെ ഈ രോഹിത് ആര്യ എയർഗൺ ഉപയോഗിച്ച് പോലീസിന് നേരെ വെടിയുതിർത്തെന്നും തുടർന്ന് ഒരു റൗണ്ട് വെടി പോലീസ് തിരിച്ച് പ്രയോഗിച്ചെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വെടിയേറ്റ ഈ രോഹിത് ആര്യയെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ മരിക്കുകയായിരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ 20 കുട്ടികളും സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ചിലരുമായി സംസാരിക്കാനുണ്ട്. അനുവദിച്ചില്ലെങ്കിൽ കെട്ടിടത്തിന് തീയിട്ട് കുട്ടികൾ മരിക്കുമെന്ന ഒരു ഭീഷണിയാണ് രോഹിത് ആര്യ നേരത്തെ നടത്തിയത്. വലിയ ഗൂഢാലോചന സംഭവത്തിലില്ല. ആസൂത്രിതമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലൊരു കാര്യം ചെയ്തതെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്തായാലും കുട്ടികളെ മോചിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെയാണ് ഈ രോഹിത് ആര്യ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ആണ് പോലീസ് ഒരു റൗണ്ട് വെടിയുതിർത്തതും ഈ രോഹിത് ആര്യയ്ക്ക് വെടിയേറ്റതെന്നുമാണ് പോലീസ് പറയുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് രോഹിത് ആര്യ മരിക്കുന്നത്. ശരി, വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. മുംബൈ പവായിലുള്ള സ്റ്റുഡിയോയിൽ കുട്ടികളെ ബന്ദികളാക്കിയ സംഭവത്തിലെ പ്രതി കൊല്ലപ്പെട്ടിരിക്കുന്നു. പോലീസുമായുള്ള വെടിവെപ്പിലാണ് യൂട്യൂബറായ രോഹിത് ആര്യ കൊല്ലപ്പെട്ടത്. വെടിയേറ്റ രോഹിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.